ഞാറക്കൽ പ്രദേശത്തിന്റെ പുരോഗതിക്കും സഹകരണ പ്രസ്ഥാനത്തിനും എന്നും കരുത്തു പകർന്നിട്ടുള്ള ഞാറക്കൽ സർവീസ് സഹകരണ ബാങ്ക് 60 വർഷങ്ങൾ പൂർത്തിയാക്കുകയാണ്. വാർഷികാഘോഷങ്ങൾക്ക് മുന്നോടിയായി പത്രസമ്മേളനം നടത്തി. ഞാറക്കൽ സർവീസ് സഹകരണ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടിറ്റോ ആന്റണി, വൈസ് പ്രസിഡന്റ് PG ഷിബു, ഭരണസമിതി അംഗം അലോഷ്യസ് KG തുടങ്ങിയവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. സഹകരണ ബാങ്ക് 60 വർഷം പിന്നിടുകയാണ്. അതോടൊപ്പം ബാങ്കിൻ്റെ സ്ഥാപകനായിട്ടുള്ള ഫാദർ ജോസഫ് വളമംഗലത്തിൻ്റെ സ്വർഗ പിറന്നാൾ സ്മരണ കൂടി ബാങ്കിൻ്റെ 60 വർഷവും അതേപോലെ തന്നെ ഫാദർ ജോസഫ് വളമംഗലത്തിൻ്റെ 60ാം സ്വർഗ പിറന്നാൾ സ്മരണ കൂടി ഈ വരുന്ന നവംബർ 26-ാം തീയതി ഞാറക്കൽ മാഞ്ഞൂരാൻ സെൻറ്ററിൽ വെച്ച് നമ്മൾ പൊതുസമ്മേളനമായി നടത്തുകയാണ്. അതിൽ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ സ്ഥലം MLA ശ്രീ KN ഉണ്ണികൃഷ്ണൻ, കാർഷിക കടാശ്വാസ കമ്മീഷൻ അംഗം ശ്രീ KM ദിനകരൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. അതേ ദിവസം ഈ 60 വർഷം പിന്നിടുമ്പോൾ നമ്മൾ ബാങ്കിൻ്റെ ഹെഡ് ഓഫീസിന് താഴെ ഒരു മൾട്ടി മെഡിക്കൽ ലാബ് നമ്മൾ തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് പൊതുയോഗത്തിൻ്റെ അംഗീകാരം നമ്മൾ നേടിയിരുന്നു. അപ്പോൾ അതിൻ്റെ മറ്റ് അംഗീകാരത്തിന് വേണ്ടിയിട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ കൊടുത്തിരിക്കുകയാണ്. അന്നേ ദിവസം ഫാദർ ജോസഫ് വളമംഗലത്തിൻ്റെ പേരിലാവും ആ ലാബ് തുടങ്ങുക. അതിൻ്റെ ഒരു ലോഗോ പ്രകാശനം കൂടി അതേ ദിവസം നമ്മൾ നടത്തപ്പെടുന്നുണ്ട്. 60ാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് അതേപോലെ തന്നെ നമ്മുടെ ഞാറക്കൽ താലൂക്ക് ആശുപത്രിയിൽ പാലിയേറ്റീവ് വിഭാഗത്തിന് അവരാവശ്യപ്പെടുന്ന ഒരു കിറ്റ് നമ്മൾ ബാങ്കിൻ്റെ ഇതിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ അതേ ദിവസം പ്രതിഭകളെ ആദരിക്കലും അതേപോലെ തന്നെ വാർദ്ധക്യ പെൻഷൻ്റെയും മറ്റും ഉദ്ഘാടനം അതേ ദിവസം ഉണ്ടാവുന്നതാണ്. അതേ ദിവസം നമ്മൾ പ്രതിഭകളെ ആദരിക്കുന്നു. നമ്മളുടെ ഭാവി ഇതിനോടനുബന്ധിച്ചിട്ടുള്ള ഭാവി പരിപാടി നമ്മളുടെ മൾട്ടി ലാബ് തന്നെയാണ്. അതോടൊപ്പം തന്നെ നമ്മളുടെ പെരുമ്പള്ളി ബ്രാഞ്ച് കെട്ടിടം നമ്മൾ പുതുക്കി റീനോവേഷൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെയും അംഗീകാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഡിപ്പാർട്ട്മെന്റിൽ കൊടുത്തിരിക്കുകയാണ്. ഈ 60ാം വർഷത്തോടനുബന്ധിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ മൾട്ടി ലാബും അതേപോലെ തന്നെ നമ്മുടെ ബ്രാഞ്ച് കെട്ടിടത്തിന്റെ നവീകരണവുമായിരിക്കും. ഇതിലെ മൾട്ടി ലാബ് നമ്മുടെ വളമംഗലം അച്ഛൻ്റെ സ്മരണാർത്ഥമായിരിക്കും. അതിൻ്റെ നാമകരണത്തിലായിരിക്കും മൾട്ടി ലാബ് നടത്തപ്പെടുന്നത്. ഈ ഡയാലിസിസ് പേഷ്യൻ്റ് കൂടാണ്ട് മറ്റു നമ്മുടെ സഹകാരികൾക്ക് ഉതകമാവുന്ന രീതിയിൽ ആംബുലൻസ് സർവീസും ഇതോടനുബന്ധിച്ച് നമുക്കിതെല്ലാം കൃത്യമായ അംഗീകാരം കിട്ടുന്നതിന് പുറക്കാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. അപ്പം ഇതിന് വേണ്ടിയിട്ടുള്ള അംഗീകാരത്തിനും മറ്റും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് JR ഓഫീസിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ അംഗീകാരം ലഭിക്കുന്നത് പുറക്ക് ഇതിൻ്റെ എല്ലാം പണികൾ നമ്മൾ ആരംഭിക്കും. ഇപ്പോൾ തന്നെ നമ്മൾ രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള അനവധി ധനസഹായം ഇത്ര രൂപ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. അത് നമ്മൾ പൊതുയോഗത്തിനല്ല കൊടുക്കുന്നത്. അവർക്ക് എപ്പോഴാണോ ആവശ്യം, അത് വർഷത്തിൽ ഒരു തവണ അവർക്ക് എപ്പോഴാണോ ആവശ്യം അതിനനുസരിച്ച് നമ്മൾ വർഷത്തിൽ ഒരു തവണ അവർക്കൊരു ഇത്ര ഒരു എമൗണ്ട് ക്രമീകരിച്ച് നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മൾ 5000 രൂപ വരെ നമ്മൾ മെഡിക്കൽ എയ്ഡൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. രോഗത്തിനനുസരിച്ച് ഇപ്പോൾ ക്യാൻസർ അങ്ങനെയുള്ള തീവ്ര കിഡ്നി പേഷ്യൻസ്, അപ്പോൾ രോഗത്തിന്റെ തീവ്രത അനുസരിച്ചുള്ള ഈ നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് നമ്മളൊരു പാലിയേറ്റീവ് കിറ്റ് കൊടുക്കുന്നത് അവരുടെ കിഡ്നി പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള ഒരു കിറ്റിന് വേണ്ടിയിട്ടാണ് താലൂക്ക് സൂപ്രണ്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ 60ാം വർഷത്തോടനുബന്ധിച്ച് ഇങ്ങോട്ട് 300 പേർക്കാണ്
സൂപ്രണ്ട് ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അപ്പം അതനുസരിച്ച് നമ്മളത് ക്രമീകരിച്ചു കൊടുക്കും. ലാഭത്തിലുള്ള വളരെ ചുരുങ്ങിയ ബാങ്കിലൊന്ന് ഞാറക്കൽ സർവീസ് സഹകരണ ബാങ്കാണ്. ഡിവിഡൻഡ് നമ്മൾ കൊടുത്തിട്ടില്ല, കാരണം നമ്മൾ കൂടുതൽ ലാഭത്തിൽ, കാരണം ഇപ്പോൾ എല്ലാ ബാങ്കുകളും അനുഭവിക്കുന്ന ഡിവിഡൻഡ് സിറ്റിംഗ് ഫീ കൊടുക്കാൻ പാടില്ല. അത് നിയമം വന്നല്ലോ, കാരണം പ്രാബല്യത്തിൽ ഡിവിഡൻഡ് കൊടുത്തിട്ടില്ല. ഡിവിഡൻഡ് കൊടുക്കാത്തതെന്ന് വെച്ചാൽ നമുക്ക് റിസർവ് നമ്മൾ കുടിശ്ശികക്ക് റിസർവ് നമ്മൾ കൂടുതൽ വെക്കുന്നത് കൊണ്ടാണ്. ഇപ്പോൾ പല സർവീസ് സഹകരണ ബാങ്കുകൾ നമ്മുടെ ഇവിടെ ഉണ്ടെങ്കിലും നമ്മൾ കൃത്യമായി കുടിശ്ശിക പിരിവും കാര്യങ്ങളൊക്കെ കൃത്യമായി നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ലാഭകരമാവാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞതുപോലെ ചുരുങ്ങിയ ബാങ്കുകളിൽ ഒന്ന് ഞാറക്കൽ സർവീസ് സഹകരണ ബാങ്കാണ് ലാഭത്തിലെത്തിയിട്ടുള്ളത്.